ഇപ്പൊ എന്തെയാണ് നബിദിന ആഘോഷത്തെ എതിർക്കാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1959 വരെ മുജാഹിദീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നബിദിന ആഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. എന്ന് മുതലാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ നബിദിന ആഘോഷത്തെ എതിർത്തത്. അത് വിദഗ്ധാണെന്ന് ആ നിലക്ക് തന്നെ എന്നാണ് വിദഗ്ധാണെന്നുള്ള നമ്മൾ പറഞ്ഞത് അന്ന് മുതൽ എതിർക്കുന്നുണ്ട്. ആലോചിച്ച സുഹൃത്തുക്കളുടെ ദുരവസ്ഥ. എന്നാണ് ഞങ്ങൾ വിദഗ്ധാണെന്ന് പ്രഖ്യാപിച്ച അന്ന് മുതൽ എതിർക്കുന്നുണ്ട്. അല്ലാതെ ഇസ്ലാമുമായിട്ട് ഇവരുടെ എതിർപ്പിന് യാതൊരു ബന്ധമില്ല. ഇപ്പൊ മുജാഹിദുകൾ എന്നാണ് അത് വിദഗ്ധാണ് എന്ന് പ്രഖ്യാപിച്ചത് അന്ന് മുതലാണ് ഇവരത് എതിർക്കാൻ തുടങ്ങിയത്. ഏറ്റവും ചുരുങ്ങിയത് മുജാഹിദ് പ്രസ്ഥാനം എന്ന് നിലവിൽ വന്നോ അന്ന് മുതൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഒരു അന്തസ്സുണ്ട്. അങ്ങനെ പറയാൻ ഇവർക്ക് കഴിയില്ല. കാരണം മുജാഹിദ് പ്രസ്ഥാനം വന്നതിന് ശേഷം ധാരാളം വർഷങ്ങൾ ഇവർ തന്നെ നബിദിനം ആഘോഷിച്ചിട്ടുണ്ട്. ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ആനുകാലികങ്ങളിൽ നബിദിനത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഇന്നലെ നടന്ന മുഖാമുഖാണ്. എന്തൊരവസ്ഥ നോക്കണം ഇവര്. അത് ചോദിച്ചപ്പോൾ ഫൈസൽ മൗലവിന്റെ മറുപടിയാണ് ഇതിനെക്കാട്ടി വലിയ രസം. അതൊന്ന് കേട്ടോ കീകള്. അൽമനാറിൽ വന്നാൽ സമീനാവാത്തോയിന അത് മുജാഹിദിന്റെ നിലപാടല്ല. എവിടെ വന്നാലും നേർപ്പത്തിൽ പറഞ്ഞാലും എവിടെ എഴുതിയാലും നീ ഇവിടെ പറഞ്ഞാലും ശരി, ഇവിടെ പ്രസംഗ മധ്യ വിഷയം പറഞ്ഞാലും അത് പ്രമാണ വിരുദ്ധമാണോ ഈ നാടന്മാർ എടുക്കാൻ പറയും അത് ശരിയില്ല ടങ്ങളെ പറഞ്ഞ ശരിയില്ല എന്ന് പറയും. അതാണ് മുജാഹിദ് എന്ന് ജിഹാദ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ തെറ്റ് അബദ്ധം എവിടെ വന്നോ അത് അബദ്ധമാണ് എന്നും പറയും. ഈ നബിദിനം ആഘോഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഘോഷിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ലേഖനങ്ങൾ അൽ മുർഷിദിൽ, അൽ ഇർഷാദിൽ, അൽമനാറിൽ ഒക്കെ ആദ്യകാലത്ത് വന്നിട്ടുണ്ട്. ശരി തന്നെയാണ്, ശരി തന്നെയാണ്. പക്ഷെ തെറ്റ് കണ്ടാൽ മുജാഹിദുകൾ അപ്പൊ പറയുന്നു. അന്ന് അൽമനാറിൽ എഴുതിയിട്ട് ഒറ്റ മുജാഹിദ് അവിടെ പറഞ്ഞിട്ടില്ല ഇത് തെറ്റാണെന്ന്. കാലങ്ങളോളം അത് ആഘോഷിച്ച് ഇപ്പോഴാണ് ഇവർക്ക് ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത്. ഇനി ഇയാളെ മുന്നിൽ ഇരിക്കുന്ന കുറെ മന്ദബുദ്ധികളുണ്ടല്ലോ, ഇയാള് പറയുന്നത് തെറ്റാന്ന് പറയുമോ? ഇനി എത്ര വർഷം കഴിയേണ്ടി വരും ഈ പറയുന്നത് തെറ്റാണെന്നൊന്നും ഇവർക്ക് ബോധ്യപ്പെടാൻ? അന്ന് അൽമനാറിൽ എഴുതിയപ്പോൾ ആരും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇയാൾ അതിനെ തിരുത്തുന്നത്. ഇനി ഇയാൾ പറഞ്ഞത് തിരുത്താൻ എത്ര വർഷം വേണ്ടി വരും? അപ്പൊ അത് തെറ്റന്നെയാണ്, അന്ന് എഴുതിയ തെറ്റന്നെയാണ്. അങ്ങനെ അൽമനാറിൽ വന്നതും ഞാനിവിടെ പ്രസംഗിക്കുന്നതിനും ഒന്നും ആധികാരികത ഇല്ലാന്ന്, ഇതൊക്കെ പ്രമാണ വിരുദ്ധാണെങ്കിൽ ശേഷം വരുന്ന കാലത്ത് തിരുത്തുന്നാണ് പറയുന്നത്. ഓന്റെ മുജാഹിദീങ്ങൾ നിങ്ങളെ തലയിലൊന്നും തലച്ചോറില്ലേ? എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? ഈ ജാതി ആളുകളുടെ പ്രസംഗങ്ങൾക്ക് പോയിരിക്കണ്ടല്ലോ. ഒന്ന് ചിന്തിച്ചൂടെ, ഞങ്ങൾക്ക് ആലോചിച്ചൂടെ? എന്തൊരു ദുരവസ്ഥയാണ്. ഇതിന്റെ പിന്നിലുണ്ടല്ലോ കുറെ ആൾക്കാർ.